റോസ് വാട്ടർ മാത്രം യൂസ് ചെയ്യാന്നുള്ളതാണ് തെറ്റാണ്. റോസ് വാട്ടറിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ കൂടി യൂസ് ചെയ്യണം കേട്ടോ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പലരുടെയും സ്കിൻ കെയറിൽ ഉൾപ്പെട്ടിട്ടുള്ള ജനപ്രിയ ഐറ്റം ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റിനെ കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, റോസ് വാട്ടറിനെ കുറിച്ചിട്ടാണ്. പലരും റോസ് വാട്ടർ നല്ലൊരു ടോണറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് ഹെൽത്തി ആണോ, അല്ലെങ്കിൽ ഇത് മുഖം ബ്രൈറ്റനിങ് ആക്കോ, അല്ലെങ്കിൽ പിമ്പിൾസ് ഇല്ലാതാക്കോ, പാടുകൾ ഇല്ലാണ്ടാക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റോസ് വാട്ടറിന്റെ യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ നോക്കണേക്കാട്ട് മുന്നേ എന്താണ് റോസ് വാട്ടർ എന്ന് അറിയണം അല്ലേ. റോസ് വാട്ടർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റോസപ്പൂ ഉണ്ടല്ലോ, ഇതിനെ സ്റ്റീം ഡിസിലേഷൻ നടത്തും. അതുവഴി തയ്യാറാക്കുന്ന വാട്ടർ അല്ലെങ്കിൽ വെള്ളം, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റോസ് വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. റോസ് വാട്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ചെറിയൊരു തണുപ്പും ഒരു ചെറിയ സ്മെല്ലും, റോസിന്റെ സ്മെല്ലും ഉണ്ടായിരിക്കും. എന്നാൽ എല്ലാ റോസ് വാട്ടറും ഒരുപോലെയാണോ? അല്ല അല്ലേ. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പല റോസ് വാട്ടറുകളും അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. ചിലതിൽ പ്രിസർവേറ്റീവ്സ്, ആൽക്കഹോൾ, ഫ്രാഗ്രൻസ് ഇതൊക്കെ ചേർത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു റോസ് വാട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ലേബിൾ വായിച്ച് നോക്കുക. എന്നിട്ട് അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് നോക്കുക. എന്നിട്ട് മാത്രം പിക്ക് ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യണതല്ലേ. അപ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കുന്ന പോലെ, ഉള്ളിലേക്ക് എടുക്കുന്ന പോലെ പുറമേക്ക് എടുക്കുന്ന പ്രൊഡക്ട്സുകളും നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ റോസ് വാട്ടറിൻ്റെ ബെനിഫിറ്റ്സുകളാണ് പറയാൻ പോണത്. ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ റിഫ്രഷിങ് ഫീലാണ്. അതായത് നമ്മൾ റോസ് വാട്ടർ വെച്ചിട്ട് മുഖം നന്നായിട്ട് കഴുകാണ്ടല്ലോ, നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ ആണ്. അതായത് മുഖത്ത് റോസ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് ഹൈഡ്രേഷൻ സ്കിന്നിൽ ഈർപ്പം നിലനിൽക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അടുത്തത് സൂതിങ് എഫക്റ്റ് ആണ്. അതായത് നമ്മൾ വെയിലത്ത് നിന്ന് വന്നിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് നല്ലൊരു എന്താ പറയുക തണുപ്പ് അനുഭവപ്പെടാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തത് മേക്കപ്പിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമല്ലോ, അതായത് സ്കിൻ പ്രപ്പ് ചെയ്യുന്ന സമയത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യില്ലേ, അതിന് മുൻപ് ടോണറായിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്യണം കേട്ടോ. ഞാനും യൂസ് ചെയ്യാറുണ്ട് ടോണറായിട്ട്. അപ്പം നല്ലൊരു ടോണറാണ് എന്തെന്ന് ഈ റോസ് വാട്ടർ എന്ന് പറയണത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, റോസ് വാട്ടർ മാത്രം യൂസ് ചെയ്തിട്ട് ഇന്നേ വരെ മുഖം എന്താ പറയാ നിറം വെച്ചുവെന്നോ പാടുകൾ ഫുള്ളായി മാറിപ്പോയിന്നോ ഒരു പഠനവും പറയുന്നില്ല കേട്ടോ. അടുത്തത് റോസ് വാട്ടർ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് പറയാൻ പോണത്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഫേസ് ക്ലീൻ ആക്കുക. ക്ലീൻ ആക്കിയതിന് ശേഷം എന്താ ചെയ്യുക, ഇത് കോട്ടൺ പാഡിലോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലോ ഇതിലേതെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് അതിനെ ഉണങ്ങാൻ വിടുക. സ്കിന്ന് നന്നായിട്ട് അബ്സോർബ് ആയി എടുത്തതിന് ശേഷം മാത്രം മോയ്സ്ചറൈസർ പരത്തുക കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ സ്കിന്നിന് ഇത് ചേരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് റോസ് വാട്ടർ എന്ന് പറയുന്നത് രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. അടുത്തത് കോമൺ മിസ്റ്റേക്കുകളാണ് റോസ് വാട്ടർ യൂസ് ചെയ്യുമ്പോഴുള്ളത്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ റോസ് വാട്ടർ മാത്രം യൂസ് ചെയ്യാന്നുള്ളതാണ് തെറ്റാണ്. റോസ് വാട്ടറിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ കൂടി യൂസ് ചെയ്യണം കേട്ടോ. രണ്ടാമത് ആൽക്കഹോൾ കൂടുതലുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കുക, അത് നിർബന്ധമായും ഒഴിവാക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആൽക്കഹോൾ കൂടുതലുള്ളത് സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് കണ്ണിലേക്ക് സ്പ്രേ ചെയ്യാന്നുള്ളതാണ്. ഒരിക്കലും കണ്ണിൻ്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയും, എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ സെക്ഷൻ വിട്ടിട്ട് വേണം മുഖത്ത് പരട്ടണമെങ്കിൽ എന്ന് എപ്പോഴും പറയുന്ന കേസാണ്. അതുപോലെ തന്നെയാണ് റോസ് വാട്ടറും. ഒരിക്കലും കണ്ണിൻ്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്യരുത്. ലാസ്റ്റ് വൺ എപ്പോഴും പറയുന്ന പോലെ ഇറിറ്റേഷൻ ഉണ്ടായിട്ടും യൂസ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ പിന്നെ ആ പ്രൊഡക്റ്റ് ഒഴിവാക്കുക, യൂസ് ചെയ്യരുത് കേട്ടോ. അടുത്തത് ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഈ ഫ്രാഗ്രൻസിനോടൊക്കെ അലർജി ഉള്ളവരുണ്ടല്ലോ, ഇവരൊക്കെ ഈ ലേബിൾ നോക്കിയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് നോക്കിയിട്ട് യൂസ് ചെയ്യുക. ഫ്രാഗ്രൻസ് ഉള്ളതാണെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഈ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇവരെപ്പോഴും പറയുന്ന പോലെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യും. പിന്നെ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ അല്ലെങ്കിൽ ചുവപ്പോ തടിപ്പോ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ ഉടനടി റിമൂവ് ചെയ്യുക, അതിൻ്റെ ഉപയോഗം നിർത്തുക. റോസ് വാട്ടർ എന്ന് പറയുന്നത് നല്ലൊരു റിഫ്രഷിങ് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അല്ലാണ്ട് ഇതൊരു ബ്രൈറ്റനിങ് പ്രൊഡക്റ്റോ അങ്ങനെ ഒന്നുമല്ല. അപ്പം നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നമ്മുടെ റോസ് വാട്ടറിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കണേ. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടാന്നാലേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇനി ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് ഭയങ്കര നല്ലതാണെന്ന് പറയും. ആർക്ക്? സെൻസിറ്റീവ് സ്കിന്നുകാർക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് ഓട്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ആവാണ്ട് കാണാൻ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.